mesmerizing wedding collection. Tejaswini by Chungat Jewelry. Sita Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് അതിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം സംസ്ഥാന ഖജനാവ് കാലിയാക്കിയിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ താറുമാറായി കിടക്കുകയാണ്. വിലക്കയറ്റം അതിരൂക്ഷമായി ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു. പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. KSRTC പോലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഉച്ചക്കഞ്ഞിക്കുള്ള പണം പോലും കൊടുക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുകയാണ്. കാരുണ്യ പദ്ധതി, ചികിത്സാ പദ്ധതികളൊക്കെ താറുമാറായി കിടക്കുകയാണ്. ഈ അവസ്ഥയിലാണ് മറുവശത്ത് വലിയ തോതിലുള്ള അഴിമതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ, അത് AI ക്യാമറയായാലും K-ഫോൺ ആയാലും മാസപ്പടി വിവാദമായാലും നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ്. മറുവശത്ത് സർക്കാരിന്റെ ധൂർത്ത് വലിയ തോതിൽ നടക്കുന്നു. മുഖ്യമന്ത്രി സ്വിമ്മിംഗ് പൂൾ പണിയുന്നു, അദ്ദേഹത്തിന്റെ വീടിന് ലിഫ്റ്റ് പണിയുന്നു, പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവ് ചെയ്ത് കേസുകൾ നടത്തുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ജനം പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു സദസ്സ് സർക്കാർ പണം, നികുതിദായകരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പരിപാടി 1 കോടി രൂപയിലധികം ചെലവ് ചെയ്തുകൊണ്ട് പുതിയ ബസ്സൊക്കെ മേടിച്ച് ലിഫ്റ്റൊക്കെ വെച്ച് വലിയ ഒരു ധൂർത്ത് ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം എല്ലാ സാധാരണക്കാരന്റെ മനസ്സിലുമുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം അതുകൊണ്ട് തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസും അതുപോലെ തന്നെ CPMന്റെയും DYFIയുടെയും ഒക്കെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ യഥാർത്ഥ ചിത്രം, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ജനങ്ങളുടെ വിചാരണ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി 140 നിയോജക മണ്ഡലങ്ങളിലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അത് പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക, ഈ സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ശബ്ദമായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നത്. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം 15-ാം തീയതി 4 മണിക്ക് കിങ്ങിണി ഗ്രൌണ്ടിലാണ് ഈ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്കമാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ നമുക്കറിയാം. അങ്കമാലി ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് പണം സർക്കാർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി കൊട്ടിഘോഷിച്ച പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് പണം കൊടുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ബാംബു കോർപ്പറേഷനൊക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ്. മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള വന്യജീവി ശല്യം ഉണ്ടാകുന്നു. ആളുകളുടെ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനുമൊക്കെ നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവിചാരണ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. വലിയ പങ്കാളിത്തം നിയോജകമണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും UDFന്റെ പ്രവർത്തകരും അതുപോലെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുമൊക്കെ ഈ സദസ്സിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരും.